ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് വന്നിട്ട് ചെറിയൊരു കഥയുമായിട്ടാണ്. അത് ആരുടെയാണല്ലേ സബ്സ്ക്രൈബ്, അത് മൂന്നിൻ്റെതാണ്. അവൾ ഒരു ദിവസം നടന്നോട് റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് എവിടേക്കാണ്? അവളുടെ കൂട്ടുകാരുടെ കളിക്കാനാണ്. അപ്പോൾ രാജകൊട്ടാരത്തിലെ രാജകുമാരി പറഞ്ഞു സൈനികരോട്, എന്റെ മകളുടെ ബർത്ത്ഡേ ആണ് 3 ദിവസം കഴിഞ്ഞ്, അതുകൊണ്ട് എല്ലാ മക്കളെയും പറയുക വരാൻ രാജകൊട്ടാരത്തിലേക്ക്. ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞ സൈനികർ എല്ലാ മക്കളോടും പറഞ്ഞ് തിരിച്ച് രാജകൊട്ടാരത്തിലോട്ട് പോയി. പക്ഷേ മൂടക്ക് കരഞ്ഞു. അവൾക്ക് നല്ല ഉടുപ്പില്ല. അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത്. അവൾ പിന്നെ കരഞ്ഞോട് മരത്തിന്റെ ചൂട്ടിൽ ഇരുന്നു. അപ്പോൾ ഒരു മരം പറഞ്ഞു, എന്റെ ചൂട്ടിൽ തീരുന്ന എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ മൂൺ അങ്ങക്കും ഇങ്ങക്കും താഴോട്ടും മേലോട്ടും നോക്കി ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് എന്തും മനസ്സിലായില്ല. അപ്പോൾ മരം പറഞ്ഞു, മേലോട്ട് നോക്കൂ, ഞാനാണ് മരമാണ്. എന്താ നീ സംസാരിക്കുമോ? വയച്ചവൾ, നീ വയക്കരുത്. നീ ഒരു നല്ല കുട്ടിയാണ്, അതുകൊണ്ട് നിനക്ക് എന്താണ് വേണ്ടിയത് അത് ഞാൻ തരാം, കരയരുത്. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു നല്ല ഉടുപ്പില്ല, അതുകൊണ്ട് നീ ഒരു ഉടുപ്പ് എടുക്ക തരുമോ ചോദിച്ചു. നീ എന്താ സിഡ്രയിലാണോ? ഞാനെന്താ ഒരു പപ്പയമാണോ? അവൾ ചോദിച്ചു. അതുകൊണ്ട് അപ്പോൾ അവൾ മൂട് കറിഞ്ഞോണ്ട് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസവും ബർത്ത്ഡേ അടുത്തേക്ക് പോയി. അവിടെ ചോട്ടിൽ അപ്പോൾ വരെ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് എന്താണ് വേണ്ടിയത്? ഞാനൊരു വിഷയം പറഞ്ഞു തരാം, അതിന് നീ ചെയ്യ്. അപ്പൊ നിനക്കൊരു നല്ല ഉടുപ്പെടുത്തു തരാം. അപ്പോൾ എന്താ ചെയ്തത്? ആയിക്കോട്ടെ ശരി. അപ്പോൾ വരെ പറഞ്ഞു, നീ എല്ലാ പ്രാണികളോടും നല്ല രീതിയിൽ മുണ്ടി സംസാരിച്ചാൽ അവർ നിനക്കൊരു നല്ല ഉടുപ്പ് തരും. ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞ് അവൾ ഒരു പൂവിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ പൂ പറഞ്ഞു, നീ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കും, വെള്ളം ഒഴിച്ച് തരും, അതുകൊണ്ട് നീ എൻ്റെ കുറച്ച് പൂക്കളെടുത്ത് ഒരു ഡ്രസ്സ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ശരി. കുറച്ച് പൂക്കളെടുത്തവൾ അതിന് എടുത്തോണ്ട് ഒരു ഗിടത്തിൻ്റെ അടുത്തോട്ട് പോയി അതിനും കുറച്ച് പൂക്കൾ പറിച്ചു അവരും കൊടുത്തു. അപ്പോൾ അവൾക്ക് സന്തോഷത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആയിക്കോട്ടെ ശരി. പിന്നെയും അവൾ മരത്തിലോട്ട് പോയി. അത് കുറച്ച് പുല്ലുകൾ കൊടുത്തു അവൾക്ക് ഡ്രസ് ഉണ്ടാക്കാൻ. അതിനെ വാങ്ങിച്ചോണ്ട് അവൾ പ്രാണികളെടുത്തോട്ട് പോയി. ഡിയർ എന്താ ചെയ്തത്? ഡിയർ കുറച്ച് സുയികളെടുത്ത് അവൾക്ക് കൊടുത്തു ഡ്രസ് ഉണ്ടാക്കാൻ. ബോയിലും കൊടുത്തു കുറച്ച് സുയി. എല്ലാ പ്രാണികളും അവൾക്ക് കുറച്ച് സുയികൾ കൊടുത്ത് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവളുടെ അച്ഛൻ്റെ ടേബിൾ അവൾ വെച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് മോളെ ഇത്? അപ്പോൾ മൂൺ പറഞ്ഞു, ഇതവൾക്കൊരു ഡ്രസ് ഉണ്ടാക്കാനാണ്. അച്ഛാ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ നോക്കാം, രാത്രി വരുമ്പോ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൾ പിന്നെ വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസവും അവൾ വേണ്ടത്ര പൂക്കൾ അതെല്ലാം കൊടുത്ത് പിറ്റേ ദിവസം അവൾ വീട്ടിലോട്ട് പോയപ്പോൾ രാത്രിയാകുമ്പോൾ അവൾക്ക് ഡ്രസ്സ് തയ്ച്ച് അവളുടെ അച്ഛൻ കൊടുത്തു. അപ്പോൾ അവൾക്ക് സന്തോഷം.
അപ്പോൾ അമ്മയോട് ചോദിച്ചു, ഇതടക്കൊരിക്കൽ ഇട്ട് നോക്കാൻ തരുമോ എന്ന്. ആയിക്കോട്ടെ ശരി നാടു, ഇട്ട് തരാമെന്ന് പറഞ്ഞ് അതിനെ ഇട്ട് കൊടുത്ത് അവളെ അച്ഛൻ കൊടുത്തു ഒരു എയർബെഡ് പൂക്കൊണ്ടാക്കിയ അതിനെ എയർബെഡ് ഇട്ടോണ്ട് അതേ രാത്രി അവൾ രാജകൊട്ടാരത്തിലോട്ട് എത്തി. അവളുടെ മകൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാം നെട്ടി. എന്താണെന്നറിയോ, അവളൊരു പാവപ്പെട്ടതല്ലേ, അതുകൊണ്ട് അവൾ ഫ്രണ്ട്സിനൊക്കത്തെയാണ് പോകുന്നത്. അപ്പോൾ വേളയിലുള്ള സ്റ്റാറുകൾ എന്താണ് പറഞ്ഞത്, ഇവൾ എന്തായാലും സുന്ദരമാണ്, ഇവൾക്ക് കുറച്ച് സ്റ്റാറുകൾ കൊടുക്കാം. എല്ലാ സ്റ്റാറുകളും ആ ഡ്രസ്സുക്കെല്ലാം കൊടുത്തു. പിന്നെ രാജകൊട്ടാരത്തിലോട്ട് അവൾ പോയി. പിന്നീട് ആ രാജകുമാരിയെ മകൾ ചോദിച്ചു അമ്മയോട്, അമ്മേ ഇവള് എന്റെ കേക്ക് കട്ടാക്കുമ്പക്ക് അവൾ കുറച്ചു നേരം വിൽക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ആയിക്കോട്ടെ ശരി. കേക്ക് കട്ടാക്കുമ്പക്ക് അവളെ ഇപ്പിച്ചത്. അവൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അവൾ തിരിച്ചു വീട്ടിലോട്ട് പോയി. അവൾക്കെല്ലാവർക്കും സന്തോഷത്തോടെ അവൾ ജീവിച്ചു. പിന്നീട് അവൾ പിറ്റേ ദിവസവും കളിക്കാനെല്ലാം പോയി സന്തോഷത്തോടെ ജീവിച്ചു. ഈ സ്റ്റോറി ആർക്കെല്ലാം ഇഷ്ടമായത് കമന്റ് ചെയ്യുക ഗൈസ്. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.